ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരിയിൽ നയന എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുക. ആ സമയത്ത് ജലജയ്ക്കും കൊടുത്തു. ജലജ അന്നേരം ചോദിച്ചു, ഇത് വിശ്വസിച്ച് കുടിക്കാവോ എന്ന്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, കുടിക്കണമെന്ന് നയന പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞത് കേട്ടില്ല ഏട്ടത്തി, കുടിക്കണമെന്ന് നിർബന്ധമില്ലെന്ന്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ചായ ഇട്ടതൊക്കെ ഇരിക്കട്ടെ, അല്ലാതെ അടുക്കളപ്പണിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ എന്ന് ദേവയാനി നയനയോട് പറയുമ്പോൾ ജലജ ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല മുത്തശ്ശി, ആദർശേട്ടനോട് പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് എങ്ങോട്ട് അവർ പോയതെന്ന് അറിയില്ലല്ലോ എന്ന് നയന ചോദിക്കുമ്പോൾ, എന്നോടൊന്നും പറഞ്ഞില്ല മോളെ, ഇനിയിപ്പോൾ അച്ഛൻ അസുഖം വല്ലതും കൂടിയിട്ട് പോയതായിരിക്കും എന്ന് ജലജ ചോദിച്ചു. മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളോടൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ ജലജ പറയുമ്പോൾ, ഇപ്പം അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മുത്തശ്ശി പറയുക. പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ കേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും പോയതാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു. കള്ളക്കടത്ത് സ്വർണം നമ്മുടെ ജ്വല്ലറി വഴി സെയിൽസ് നടത്തിയെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയമ്മേ എന്നൊക്കെ ദേവേനി ഇരുന്ന് പറയുമ്പോൾ ജലജ ഇരുന്നിങ്ങനെ പിന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ ജ്വല്ലറിയിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ സെയില് കണ്ട് കണ്ണു തള്ളി അസൂയാലുക്കൾ എന്തെങ്കിലും കെട്ടുകഥ ഉണ്ടാക്കിയതാണോന്നും അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അങ്ങനെ വരാനേ വഴിയുള്ളൂ, അല്ലാതെ കള്ളക്കടത്ത് സ്വർണം ആഭരണമാക്കി വെക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുക. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് മുത്തശ്ശനും കൊച്ചുമക്കളും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നപ്പം അവരെത്തിയെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് നയന ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നു. മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര ഗൗരവം പിടിച്ചിറങ്ങി വരുവണു. മുത്തശ്ശൻ ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങി, പിറകെ ആദർശ് ഇറങ്ങി, പിന്നാലെ നമ്മുടെ അബിയാണ് ഇറങ്ങേണ്ടത്. അബി ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അബി ആ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങും. അപ്പോൾ അബി കൊച്ചിനെയും കൊണ്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ, മോളോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോൾക്ക്, ഞാനാണ് മോളുടെ അച്ഛൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അബി കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. മുത്തശ്ശനും ആദർശമൊക്കെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് മോളുടെ വല്യച്ഛൻ എന്നും പറഞ്ഞ് ആദർശനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അബി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഓരോന്ന് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ഒപ്പിക്കുവാണ്. അങ്ങനെ മുത്തശ്ശൻ ഫ്രണ്ടിലോട്ട് അങ്ങ് കയറിപ്പോയി, പുറകെ ആദർശം പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് കണ്ടവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ജലജയ്ക്ക് അന്നേരം എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. തൊട്ട് പിന്നാലെ അബി കൊച്ചുമായിട്ട് കയറി വരുന്നു. അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് വരുന്ന അബിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അതേതാ കുട്ടി എന്നിങ്ങനെ അവരെന്തായാലും ചോദിച്ചു. അതാ ഞാനും ആലോചിക്കുന്നത്, ആ കുഞ്ഞ് ഏതാണെന്ന് മുത്തശ്ശിയും ചോദിക്കുക കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ ആകെ പരിഭ്രമിച്ചിങ്ങനെ നിൽക്കുക. പ്രത്യേകിച്ച് ജലജ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. ജലജയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ മുത്തശ്ശനും ആദർശം വന്നിങ്ങനെ നിൽക്കുന്നു. തൊട്ട് പിന്നാലെ അബിയും ഈ കൊച്ചിനെയും കൊണ്ട് കയറി വന്നു. ഈ സമയം കള്ളം പറഞ്ഞ് എനിക്ക് ശീലമില്ലെന്നും നീയാ ഇങ്ങനൊരു നാടകം കളിക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് പറയേണ്ടതൊക്കെ നീ പറഞ്ഞോളണം എന്ന് മുത്തശ്ശൻ അബിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം മുത്തശ്ശ എന്ന് അബിയും പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുവാട്ടോ. അപ്പോൾ അവരകത്തേക്ക് കയറി ചെല്ലുന്ന ഈ ഒരു സമയത്ത് അബിയാണെങ്കിൽ പഞ്ചപാവം ചമഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പെണ്ണുങ്ങളെല്ലാവരും കൂടെ നിൽക്കുമല്ലേ. അപ്പോൾ ഇതേതാ ഈ കുഞ്ഞ് എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുക, ഈ കുഞ്ഞ് ഏതാണെന്ന് അറിയാൻ. അപ്പോൾ ആദർശിനോട് ദേവയാനി ചോദിച്ചു, ഈ കുഞ്ഞ് ഏതാ ആദർശേന്ന്. അപ്പോൾ ഇവർ ഒന്നും മിണ്ടുന്നില്ല. ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ കുഞ്ഞ് ഏതാണെന്നെന്താ നിങ്ങൾ പറയാത്തത്? അതുപോലെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും ക്ഷമിക്കണമെന്നും പറഞ്ഞു നമ്മുടെ അബി മോളുടെ പേര് ചാന്ദിനി എന്നാണെന്നും ചന്തുമോളെന്നാണ് വീട്ടിൽ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. മോളുടെ അമ്മ മരിച്ചു പോയെന്നും കുറച്ച് മുൻപാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ ജലജ ഇങ്ങനെ നോക്കും, ഉണ്ടക്കണം ഇതാക്കി പിടിച്ച്. കുഞ്ഞിൻ്റെ അമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയുമ്പം, ഓ അടക്കം കഴിഞ്ഞപ്പോൾ മോളെ നീ കൂടെ കൂട്ടിയോ എന്ന് ജലജ മോനോട് ചോദിച്ചു. അങ്ങനെ കൂടെ കൂട്ടാനേ ഈ കൊച്ചിന് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ജലജ ചോദിക്കുമ്പം അവ ഇങ്ങനെ മുത്തശ്ശനെ നോക്കുക. ആ സമയത്ത് ആദർശം ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ മരിച്ചുപോയ ഇവളുടെ അമ്മയ്ക്ക് നമ്മുടെ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ജലജ ചോദിക്കുമ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ബന്ധുക്കളാരും ഇല്ലാത്തത് കൊണ്ട് അച്ഛനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ദേവയാനി ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ബന്ധുക്കൾ നമ്മൾ തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അന്നേരം ഇവരെല്ലാവരും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എന്താ ഈ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. ആ സമയത്ത് ആദർശ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു. അബി അന്നേരം മുത്തശ്ശനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അനഘ എന്നാണ് മോളുടെ അമ്മയുടെ പേരെന്നും ഈ വീട്ടിലെല്ലാവർക്കും മുമ്പ് ഞാൻ വഴിതെറ്റി നടന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന കാര്യം അബി ഇങ്ങനെ പറയുന്നു. എല്ലാവരും നടുങ്ങി ഇങ്ങനെ നിൽക്കുക.
ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്റ്റക്കായി ഒരു സെക്കൻഡ് നേരത്തേക്ക്. അപ്പോൾ അഭി അതുപോലത്തെ നാടകമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ജലജ ചോദിച്ചു, അബദ്ധം പറ്റിയെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം മോളെ പ്രസവിച്ചതിന് ശേഷം മോളുടെ അമ്മ ഒരു ശല്യത്തിനും വരാതെ നിൽക്കുമായിരുന്നു. ഇപ്പം മാരകമായ രോഗം ബാധിച്ച് മോളുടെ അമ്മ മരിക്കാറായപ്പോഴാണ് മുത്തശ്ശനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും തലക്കെട്ടൊക്കെ അടിച്ച് ജലജ ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സീൻ ഉണ്ടാക്കുന്നു. അപ്പം അമ്മ ബഹളമൊന്നും ഉണ്ടാക്കരുത്, അമ്മയുടെ കൊച്ചുമോള് തന്നെ ഇതൊന്നും ഇങ്ങനെ പറയുമ്പം മിണ്ടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എവിടെയോ കിടന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കൊച്ചുമോളാക്കാൻ നോക്കുവാണോടാ നീ എന്നും ചോദിച്ച് ജലജ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക കേട്ടോ. ആ സമയം നവ്യേച്ചിയെ ഏത് നേരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്നും ഇപ്പോൾ അഭി ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാനും പോകുന്നുണ്ട്, അത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണെന്ന കാര്യമൊക്കെ നയന ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയുള്ള ചേച്ചിയോട് ഇതേപ്പറ്റിയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ മറ്റു വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്തതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുത്തച്ഛൻ നേരം പറഞ്ഞു. വീടിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ മറ്റും പല മാർഗങ്ങളും ഉണ്ടായിരുന്നല്ലോ അച്ഛാ. ഈ മോളെ സുരക്ഷിതമായി മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറ്റിക്കൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാമായിരുന്നല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറയുമ്പോൾ അത് പിന്നെ ഇവൻ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നെ വിളിച്ചത്, അവളുടെ കുഞ്ഞ് അനന്തപുരിയിലെ ആണെന്ന് പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു. പിന്നെ അതിനുശേഷം ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നും പറഞ്ഞാണ് വിളിച്ചത്. അപ്പോഴാണ് ഞാൻ ആദർശും അഭിയുമായിട്ട് പുറത്തേക്ക് പോയത്. ICUയിൽ കയറി ആ കുട്ടിയുടെ വിവരങ്ങൾ തിരക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടി പോയി എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. മുത്തശ്ശൻ പിന്നെ ഉള്ള കാര്യങ്ങളാട്ടോ അവരോട് പറയുന്നേ. അങ്ങനെ വിവരങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ ബോഡി വീട്ടിലെത്തിച്ച ശേഷം ഞങ്ങൾ തിരികെ പോരാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഞങ്ങളെ തടയുകയായിരുന്നു എന്നും കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. മോൾ എൻ്റേതാണല്ലോ, അത് അവിടെയുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാവുന്ന കാര്യങ്ങളുമൊക്കെ അഭി ഇങ്ങനെ പറയുക. പിന്നെ കുഞ്ഞിനെ ഏറ്റെടുത്തില്ല എങ്കിൽ ഇത് പുറം ലോകം അറിയുന്ന പോലും അവർ ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കുമെന്ന് വരെ പറഞ്ഞു. അതൊന്നും കേട്ട് വരണ്ടു പോകുന്ന കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല ഞാൻ. പിന്നെ എല്ലാം കേട്ട ശേഷം അവർക്ക് തക്കതായ മറുപടി കൊടുത്തിട്ട് മടങ്ങിപ്പോരുമ്പോൾ ഈ കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ കാലിൽ പിടിച്ചു കരഞ്ഞു എന്ന കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുക. എല്ലാവർക്കും ഭയങ്കര ദയനീയതയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വന്നു അതിന്. അപ്പോൾ അത് കണ്ട വസുന്ധരെ, നമുക്ക് ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാനായിട്ട് പറ്റുമോ എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇതിനേക്കാളും ദയനീയമായ ഒരു സാഹചര്യത്തിലല്ലേ ഇവളെ നമ്മൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ജലജയെ പറ്റി പറയുന്നു. അന്ന് ഞാനൊന്നും ആലോചിച്ചിരുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഇന്നും ഒന്നും ആലോചിച്ചില്ല, കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അച്ഛാ, പക്ഷേ വിവാഹം കഴിയുന്നതിന് മുൻപാ ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യമൊക്കെ ദേവയാനി പറഞ്ഞു. അന്ന് അവൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയെ ഏറ്റെടുക്കാതിരുന്നത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു തെറ്റല്ല. അതിന് ദേവയാനി പറയുമ്പം അതിന് ശേഷം എല്ലാം മറച്ചു വെച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചത് അതിനേക്കാളും വലിയ തെറ്റാണെന്ന് നയന പറയണു. ഇതൊക്കെ കേട്ടപ്പം ഇവർ പറഞ്ഞതൊക്കെ ഇദ്ദേഹം കേട്ടതല്ലേ എന്ന് നേരം മുത്തശ്ശി ചോദിച്ചു. അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുത്തിട്ട് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടൊന്നും വരത്തില്ലല്ലോ, എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ കുഞ്ഞിനെ ഏറ്റെടുത്താലും ഇവനെ പിന്നെ ഈ വീട്ടിനകത്ത് കയറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. പാവപ്പെട്ട ഒരമ്മയോടും കുഞ്ഞിനോടും മാത്രമല്ല, നയനമോള് പറഞ്ഞതുപോലെ നാളെ അമ്മയാകാൻ പോകുന്ന നവ്യമോളോടും ഇവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവൻ ഈ വീട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ തലയിൽ ഇടുത്തി പോലെ വന്ന് നിൽക്കുന്നു തീരുമാനങ്ങൾ. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ മോളോട് അച്ഛനെ പറ്റി ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ടു പോയ കുട്ടിയാ, ഇനി അവൾക്ക് അവളുടെ അച്ഛനെ കൂടി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ വരണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ സ്വഭാവം പുറത്തെടുക്കാതെ ഇവനോട് ക്ഷമിച്ചതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ പറഞ്ഞിരിക്കുക അഭി. അപ്പോൾ ആദർശേട്ടൻ എന്തോന്നും പറയാത്തത് എന്ന് നയനെ ചോദിക്കുമ്പം അത് പിന്നെ ഞാനെന്ത് പറയാനാണെന്ന് ചോദിച്ചു ആദർശ്. അവനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മുത്തശ്ശന് മുകളിൽ കയറി സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മൗനം പാലിക്കുകയാണെന്നും പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനമെന്ന് ചോദിച്ചു ജലജ. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഇവിടെ വളരുകയാണ് വേണ്ടത്, അവളുടെ അച്ഛൻ ജീവിക്കുന്ന ഈ വീട്ടിൽ വളരണം എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. നാട്ടുകാരറിഞ്ഞ മൂക്കത്ത് വിരൽ വെക്കില്ലേ അച്ഛാ, അങ്ങനെ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന നാട്ടുകാർക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ കൊടുക്കാം,
അവർ മോളെ പൊന്നുപോലെ നോക്കുമെന്ന് ചോദിച്ചു മുത്തശ്ശൻ. സമയം മോശമാകുമ്പം ഏത് ആദർശധീരനും ഏത് സത്യസന്ധനും പഴി കേൾക്കേണ്ടി വരുമെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞിട്ട് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരാണച്ചാ കുറ്റം ചെയ്യാത്തവരായിട്ടുള്ളത്? ഇവൻ്റെ തെറ്റിലല്ലേ ഇപ്പോഴീ കുടുംബം മുഴുവനും ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ പോകുന്നതെന്ന് ദേവയാനി അന്നേരം അവിടെ നിന്ന് ചോദിക്കുക. അഭി ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരാ. എങ്കിലും സമയം മോശമായതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പഴി കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവരും തള്ളി പറഞ്ഞെന്ന് വരും. മൂർത്തി സാറിൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് കേൾക്കാൻ പുറത്തുള്ളവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നവർ പോലും അങ്ങനെ ചെയ്യും. അത്തരക്കാർക്ക് അത്ര ഒരു അവസരം കൊടുക്കാതെ ഈ കുടുംബത്തിലെ ചോരയെ നമ്മൾ അടക്കി പിടിക്കുകയാണ് വേണ്ടതെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയണു. നാളെ മുതൽ അമ്മയുടെ ചൂടേറ്റല്ല ഈ കുഞ്ഞു വളരാൻ പോകുന്നതെന്നും മോളത് ആഗ്രഹിച്ചാലും ഒന്ന് തഴുകി തലോടാൻ മോളുടെ അമ്മ ഇന്ന് ഈ ലോകത്തില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. ഇയാളെ നമ്മൾ ഏറ്റെടുത്തതുപോലെ വസുന്ധരെ നമുക്കൊരു കുഞ്ഞിനെ കൂടി കിട്ടിയെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുക കേട്ടോ. അതിനെ വളർത്താനും സംരക്ഷിക്കാനുമുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് നമ്മൾക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മോളെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മുത്തശ്ശൻ്റെ തീരുമാനം പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടി ചേർന്ന് തീരുമാനിക്കാനും പറഞ്ഞു. മുത്തശ്ശൻ അവിടുന്ന് പോയി. അനന്തപുരി ഇളകി മറിഞ്ഞോന്ന് തന്നെ പറയാം. അപ്പോഴേക്കും ദേവയാനി എന്നാൽ കുഞ്ഞിനെ അങ്ങ് എടുത്തു. അപ്പം അതും കഴിഞ്ഞ് ആദർശേട്ടൻ ഒന്നും മിണ്ടുന്നില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനിയുടെ മറ്റുള്ളവരോടൊക്കെ മുന്നിൽ വെച്ച് ആദർശേട്ടൻ എന്താ ആദർശേട്ടാ ഇതുവരെ ഒന്നും പറയാത്തതെന്ന് നയന ചോദിച്ചു. അപ്പം ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഇപ്പോഴേ നിന്റെ നിയന്ത്രണത്തിലാണ് ഈ വീടും കമ്പനിയും ഒക്കെ. അപ്പം നിനക്കും അഭിപ്രായം പറയാം എന്ന് ജലജ പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല എന്ന് ആദർശ. അയ്യോ എനിക്ക് എന്നെ തന്നെ കത്തിക്കാൻ തോന്നുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. മുത്തശ്ശി ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു. നല്ലൊരു മോളാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുന്നു. ഈ സമയത്ത് നയന നവ്യച്ചോട് എന്ത് പറയുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന കാര്യം അവിടെ നിന്ന് പറയുമ്പോൾ അബി അവിടെ നിന്നൊരു കുറുക്കഞ്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ദേവയാനി കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നു. മുകളിലേക്ക് കയറി ചെന്ന് അവിയുടെ പിന്നാലെ ചെന്നിട്ട് എന്താണിത്, നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്നെ എല്ലാവരുടെ മുന്നിൽ എന്തിനാണ് നീ നാണം കെടുത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അമ്മ എന്നൊന്ന് വിടാൻ പറഞ്ഞു മകൻ. ഇല്ലടാ എന്നെ കൊന്നിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ അന്തസ് കളഞ്ഞല്ലോടാ നീ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ പുറം ലോകത്ത് ഇത് അറിയിക്കുമായിരുന്നു എന്ന് പറയണം. കോടതിയും കേസൊക്കെ ആകും, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ആകുമെന്നൊക്കെ അഭി പറയാം. അത് നിന്റെ കുഞ്ഞല്ലെന്ന് നമുക്ക് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അമ്മേ. നിനക്ക് എപ്പോഴാണ് ഇങ്ങനൊരു ബന്ധം ഉണ്ടായത്? നീ ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അബദ്ധം നിനക്ക് പറ്റില്ല ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അത് ഒറ്റ നിമിഷം കൊണ്ട് നീ തകർത്തല്ലോടാ എന്നൊക്കെ അമ്മ മോനോട് പറയുമ്പോൾ ഇനിയിപ്പോൾ അമ്മ കരഞ്ഞ് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെയല്ല ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ വിളിച്ചത് മുത്തശ്ശനെയാണ്. എന്നിട്ട് മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയല്ലോടാ അന്ന് ജലജ. അമ്മയും ഒരു സമയത്ത് ഇതുപോലെയല്ലേ മുത്തശ്ശിയും കൂടെ ഏറ്റെടുത്തത്, അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കണോ? ആ പാരമ്പര്യം നിലനിർത്തണോ നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. അമ്മയെ സംഭവിച്ചു പോയിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നില്ല നിന്റെ അണപ്പലടിച്ച് ഞാൻ താഴെ ഇടുമെന്ന് പറഞ്ഞു അമ്മ മോനോട്. എത്ര നിസ്സാരമായിട്ട് അവനത് പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ജലജ ഞാൻ പോലും അറിയാതെ ഒരുത്തിയെ സ്നേഹിച്ചു മാലാകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ തലയിലായി. അതിൻ്റെ ക്ഷീണമാണെങ്കിലോ ഇതുവരെ തീർന്നിട്ടുമില്ല. ഇനി അടുത്തതും കൊണ്ട് വന്നിരിക്കുക. അവളാണെങ്കിൽ ഇന്നോ നാളെയോ പ്രസവിക്കുമെന്ന് പറഞ്ഞിരിക്കാം. ആ കുഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് ഉടനെ വരും. അതിന് മുന്നേ ഉടനെ വേറെ ഒരെണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കാം. വല്ലാത്തൊരു ജന്മം തന്നെയാടാ നിൻ്റെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നാ ചെന്ന് പറയടാ പ്രസവിക്കുന്നതിന് മുൻപേ അവൾ ആത്മഹത്യയെങ്കിലും ചെയ്യട്ടെ, അപ്പോൾ രണ്ടെണ്ണം പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയണു. ഈ ഒരു സമയത്ത് വണ്ടിയിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു നമ്മുടെ അബി. അപ്പോൾ അബി വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അബിക്ക് നന്നായിട്ട് അറിയാം. അതാണ് അബി ചിന്തിച്ചത്. ഈ സമയത്ത് ആദർശും മുത്തശ്ശനും അബിയും കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഒരു സിനിമ പോലെ അബി എല്ലാം കണ്ടു തീർത്തു മനസ്സിൽ. അപ്പോൾ ആദർശ് നീ എന്ത് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല നവ്യ വിളിച്ചിരുന്ന് ഇടയ്ക്ക് പെയിൻ ഉണ്ടെന്നും പറഞ്ഞേ. അപ്പോൾ ഇപ്പം നിനക്ക് നല്ല പെയിൻ ഉണ്ടല്ലേ എന്ന് ആദർശ് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഫോണിലേക്ക് കൃത്യം കോൾ വന്നു. ആ സമയത്ത് ആദർശിനെയാണ് വിളിച്ചത്. ആ സമയത്ത് ആദർശാണ് പെട്ടെന്ന് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി, ഒന്നും മിണ്ടിയില്ല, ഫോണും കട്ട് ചെയ്തു. ആ സമയത്ത് എടാ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം, അനക്കെ ട്രീറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലില്ല, അവിടേക്ക് പോകണമെന്നുള്ള കാര്യങ്ങൾ ആദർശ് പറയുമ്പോൾ അബി ഒന്ന് നടുങ്ങി. പെട്ടെന്ന് തന്നെ അവർ ആ ഹോസ്പിറ്റലിലേക്ക് പോവുക. അബിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് മുത്തശ്ശനും ആദർശും അഭിയും കൂടി അകത്തേക്ക് കയറി പോകുന്നു, കുഞ്ഞിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ അവിടെ ഉണ്ടായിരുന്നു. അവന്മാർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. മുത്തശ്ശൻ ഇവരെ നോക്കിയൊന്നുമില്ല, അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് അഭി എന്തൊക്കെയാണ് ഇത് ചോദിച്ചു. എൻ്റെ സാറേ, നിങ്ങൾ പോയി കഴിഞ്ഞ് അവരുടെ ചില ബന്ധുക്കളൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് അവരുടെ കാലിൽ ചെറിയൊരു അനക്കം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറയുക. അബിയുടെ സകല കള്ളകളും പൊളിഞ്ഞു. ഉടനെ തന്നെ ഒരുത്തൻ കാറിനകത്ത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മരിച്ചതല്ലേടാ? അതെ, പിന്നെ എങ്ങനെ കാലനങ്ങിയതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പം ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അബി മുത്തച്ഛനും മുത്തശ്ശിയും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ വന്നവരൊക്കെ പുറത്തിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആത്മാവ് വേർപെട്ട് പോയിട്ടും ജീവിതത്തിലേക്ക് ആ കുട്ടി തിരിച്ചു വന്നിരിക്കുന്ന ആ ഒരു സൂചനയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ ആ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല സാർ. ആ കുട്ടിക്ക് ജീവനുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പറയാം. അഭി നടുങ്ങി, അഭി ഞെട്ടിപ്പോയി. അപ്പം മരിച്ചെന്ന് കൺഫേം ചെയ്താണല്ലോ ഡോക്ടർ? അതെ, ആളിപ്പോഴും മരിച്ച അവസ്ഥയിൽ തന്നെയാണെന്നും ഒരു തരം കോമ സ്റ്റേജിലാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയങ്ങളെ തീർന്നു. ചലനശേഷിയൊന്നുമില്ല, ഒരു കണക്കിന് അങ്ങനെ ജീവിക്കാത്തതാണ് സാറേ നല്ലത് എന്ന് ഈ ഡോക്ടർ അന്നേരം പറഞ്ഞു. അബിക്ക് അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അപ്പോൾ ഒന്ന് അവർ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടും കാര്യമൊന്നുമില്ല സാറേ, ബോധവും ചലനവും ഇല്ലാത്തൊരു പെൺകുട്ടിയെ കണ്ടിട്ട് എന്താ സാർ പ്രയോജനം എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതിനെ എന്ന് ആദർശ് പറയുന്നു. അബി അന്നേരം ഞെട്ടി. അപ്പം തൽക്കാലം അതിന് കഴിയില്ല എന്ന് മുത്തശ്ശനോടും ആദർശിനോടും നമ്മുടെ ഡോക്ടർ പറഞ്ഞു. ഇനി ഒരിക്കലും ആ പെൺകുട്ടിയുടെ നാവ് ചലിക്കുമെന്ന് നിങ്ങൾ കരുതണ്ടെന്നൊക്കെ പറയുക. അപ്പോഴാണ് അബിക്കൊന്ന് സമാധാനമായത്. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ കോംപ്ലിക്കേഷനായിട്ട് നിൽക്കുക. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവരെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അബിയോട് പോയി കൊച്ചിനെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള ഒരു ടെൻഷനിൽ ആദർശ മുത്തശ്ശനൊക്കെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.